പത്മനാഭ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കറക്റ്റാ? അനന്തൻ ഇതിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ നോക്കിയിരുന്നത്. അയാളുടെ ആറ്റിറ്റ്യൂഡ്, ഇടപെടൽ, അത് തന്നെയാണ് ഞാൻ നോക്കിയിരുന്നത്. നമുക്കിത് വളരെ പ്രയോജനപ്പെടും ഈ കേസിൽ. ഈ കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കേസാക്കി മാറ്റുന്നതാണ് നല്ലത്. അതായത് ഋഷിക്കെതിരെ ഒരു സ്ത്രീ പീഡന കേസ്, പാവപ്പെട്ട പെൺകുട്ടിയെ ചീറ്റ് ചെയ്ത് ഗർഭിണിയാക്കി പുറത്താക്കി അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കേസ്, അത് നമുക്ക് സെപ്പറേറ്റ് കേസാക്കി മൂവ് ചെയ്യണം. അത് നമ്മുടെ മൂവ്മെൻറ്റിനൊരു സപ്പോർട്ടാവും. അതിലേറ്റവും കൂടുതൽ ബലം തരുന്നത് പല്ലവിയുടെ ഇടപെടല. ഹാ ദേവത, നിങ്ങൾ ഇപ്പോഴാ ശരിക്കും ഒരു ദേവതയായത്. സാറേ, എൻ്റെ കൊച്ചും പൊടിക്കൊച്ചും വഴിയാധാരം ആകുമോ സാറേ? അവൻ്റെ പെണ്ണും പിള്ളേരുടെയും ഡിവോഴ്സ് ഇതോടെ നടക്കും. അവൻ ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേ സാറേ. അതിനല്ലേ നമ്മളിത് കേസാക്കാൻ പോകുന്നേ. ആ കുട്ടിയുടെ പിതൃത്വം നമ്മൾ തെളിയിക്കും. DNA ചെയ്ത് ആ കുട്ടിയുടെ അച്ഛൻ അവൻ തന്നെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെ വന്നാൽ അവൻ അവളെ കെട്ടുവോ സാറേ? അങ്ങനെ കെട്ടാനല്ലോ നമ്മൾ തെളിയിക്കുന്നത്. അവൾക്ക് അർഹതപ്പെട്ടത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അതാ സാറേ വേണ്ടത്. അവനെ പോലെ ഒരു തെണ്ടിയുടെ കൂടെ ഇനി എൻ്റെ കൊച്ചിന് ജീവിക്കാൻ പറ്റുമോ? അല്ലെ നമ്മൾ സമ്മതിക്കുവോ? കിട്ടാനുള്ളത് വാങ്ങിച്ചു തരണം സാറേ. അവന്റെ കുടുംബമഹിമയും തറവാട്ടു പേരും ഒന്നും എൻ്റെ കൊച്ചിന് വേണ്ട. മാനക്കേടാ അത്. അതുങ്ങളെ നോക്കാൻ ആണത്തോളവരാരേലും വരും. അല്ലെ തന്നെ സാറേ, സമ്പത്ത് കയ്യിലുണ്ടേ മാനത്തിന് വിലയുണ്ടോ? മാനക്കേടിന്റെ പുറത്തോട്ട് സമ്പത്തിട്ടങ്ങ് മൂടും, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊടിക്കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പക്ഷേ ആൻസി വർഗീസിന്റെ പൊടിക്കൊച്ചുങ്ങളുടെയും കാര്യത്തിൽ എന്തുവാ സാറേ ഒരു തീരുമാനം? അതെ, നമ്മളെല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്ന എന്തിനാ? നല്ലൊരു കാര്യം ഉണ്ടാവാൻ വേണ്ടിയല്ലേ. നിങ്ങളെപ്പോലെയും നിങ്ങളുടെ മകളെപ്പോലെയും ചതിക്കപ്പെട്ടൊരു സ്ത്രീയാണ് ആൻസി. നിങ്ങളും നിങ്ങളുടെ മകളും അറിഞ്ഞോ അറിയാതെയോ ചെയ്തൊരു തെറ്റുണ്ട്. അതിനുള്ള പരിഹാരമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആൻസി ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവ സ്ത്രീയാ. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ. അങ്ങനെ കുറച്ചു പേര് ഒരുമിച്ച് നിന്ന് ആ സ്ത്രീക്ക് വേണ്ടി നടത്തുന്ന ഒരു യുദ്ധം. നിങ്ങൾ പറയുന്നത് പോലെ എത്ര സമ്പത്തിട്ട് മൂടിയാലും സത്യത്തെ മറന്നീക്കി പുറത്തു കൊണ്ടുവരും. നമ്മൾ അതിനുള്ള നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവതയുടെയും നിങ്ങളുടെ മകളുടെയൊക്കെ സപ്പോർട്ട് അതിന് വേണം. നിങ്ങൾ ചെയ്തു പോയത് ജീവിക്കാൻ വേണ്ടി ചെയ്ത ചെറിയ തെറ്റുകൾ മാത്രമാണ്. പക്ഷെ ജീവിക്കാൻ വേണ്ടി പലരുടെയും ജീവിതം എടുത്തവരോടാ നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന ഞാനും മറ്റെവിടെ നിന്നൊക്കെയോ വന്ന നിങ്ങളുമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നേ. ആ ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാ. അത്രേ ഉള്ളൂ കേട്ടോ. സർ, രാജ്മോഹൻ സാറിന്റെ ഫോൺ. ഹലോ, എത്തിയോ? സാറേ, നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൻസിയുടെ ഈ വീഡിയോ കേസില്ലേ, അതും ഈ ഋഷി പ്രിയ കേസും കൂടെ ഒന്നിച്ച് കൂട്ടിക്കലർത്തണ്ട. അത് സെപ്പറേറ്റ് തന്നെ പോവാം. സാറ് പറയുന്നതാ ശരി. നമുക്ക് ആ പെൺകുട്ടിയെ കൊണ്ട്, പ്രിയെ കൊണ്ട് SP-ക്കും വനിതാ കമ്മീഷനും ഒരു കേസ് കൊടുപ്പിക്കാം. താഴെ തട്ടിയൊന്നും പോയാൽ ശരിയാവില്ല സാറേ. അവിടെയൊക്കെ ഇരിക്കുന്ന ആരാണെന്ന് സാറിനറിയാമല്ലോ. ആ സനൽകുമാറിനെ പോലുള്ള ചില ഓഞ്ഞന്മാര്, പാഴുകള്. സാറേ, 376 IPC റേപ്പ്, പിന്നെ ചീറ്റിംഗ് 420, പിന്നെ 201 തെളിവ് നശിപ്പിക്കൽ. സാറേ, 120B കൂടെ കയറ്റിക്കോ. കോൺസ്പിറസി. അവരൊരിക്കലും പുറത്തിറങ്ങരുത് സാറേ. സാറേ, ഇത്രയൊക്കെ എന്റെ കയ്യിലിരുന്നിട്ടാണോ സാറേ നമ്മൾ അവനെ വെറുതെ വിട്ടത്? രാജ്മോഹൻ, നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുകളില്ലായിരുന്നല്ലോ. ഈ ദേവത എന്ന് പറഞ്ഞ സ്ത്രീ അന്ന് അവരുടെ ആളുമായിരുന്നു. ഞാൻ പലവട്ടം ആലോചിച്ചതാ. പക്ഷെ നമ്മുടെ മൂവ്മെന്റ് ഈ കേസിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഭാഗ്യമുണ്ട് ആൻസിക്കിതിൽ. അല്ലെങ്കിൽ ഒരേ സെല്ലിൽ രണ്ടും കൂടെ വന്ന് കിടക്കില്ലല്ലോ. അവർ നമ്മുടെ മുമ്പിൽ വരില്ല.
നമുക്ക് വേണ്ടി സംസാരിക്കില്ല. സാറേ, നാളെ തന്നെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ സാറേ, വച്ച് താമസിപ്പിക്കണ്ട. സാറാനുള്ള ഏർപ്പാടൊക്കെ അടുത്ത KGS ഈവനിങ്സിൽ ഈ വിഷയം കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ സാറേ? ഏയ്, അതെന്തിനാ രാജ്മോഹൻ? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു സൈഡിൽ കൂടി ഈ പ്രിയയുടെ വാർത്ത അങ്ങനെ പൊങ്ങി വരട്ടെ. ഈ ആദ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇടയിൽ ഒന്നുകൂടെ ഇളകട്ടെ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ വരും KGS ഈവനിങ്സിൻ്റെ അടുത്തിലേക്കാം. പിന്നെയും നമുക്ക് സമയമുണ്ട് രാജ്മോഹൻ. പ്രിയയുടെ കേസും ഋഷിയുടെ കേസും ആ പരീക്ഷാ തിരിമറിയും പിന്നെ ആൻസിയുടെ വീഡിയോ കേസും എല്ലാം കൂടെ കോടനാട് കെണിയിൽ വന്ന് ലയിച്ച് ഒരു മെഗാ ലക്കമായിട്ട് അങ്ങ് മാറും. അതിനി അധിക ദിവസങ്ങൾ വേണ്ട. സാറിന്റെ പ്ലാനിങ് എന്തായാലും കൊള്ളാം കേട്ടോ. എല്ലാ പഴുതുകളും ഉടച്ച സാർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാ പിന്നെ ഈ മെഗാലൊക്കെ എന്തിനാ സാറേ വച്ച് താമസിപ്പിക്കുന്നത്? നാളെ കഴിഞ്ഞ് അനന്തനും ആൻസിയും തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഫാമിലി കോർട്ടിൽ വരും. അത് ബുധനാഴ്ചയാണോ സാറേ? അതെ. ആ കുട്ടികളെ ആൻസിക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ KGSന്റെ അടുത്തിലേക്കാം. ഓക്കെ സാർ, അതെന്തായാലും നന്നായി. അതെ, ഐ തിങ്ക് വിത്തിൻ 2 months ആൻസി വോഗീസ് അവൾ അഗ്നിശുദ്ധി വരുത്തി മാളൂരുടെ മുമ്പിലേക്ക് മടങ്ങി വരും. പാവം, അത് കഴിഞ്ഞെങ്കിലും അവർക്ക് മനസ്സമാധാനം കിട്ടട്ടെ. ഞാനും അതിന് തന്നെ സാറേ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും എണ്ണി എണ്ണി ഇരിക്കുക ഞാനും എൻ്റെ പെണ്ണും പിള്ളയും. സാറേ, നിങ്ങൾക്ക് തിരിച്ച് സർവീസിൽ കയറണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഒരുത്തൻ്റെയും കാല് പിടിക്കാൻ എനിക്ക് പറ്റില്ല സാറേ. ബ്ലഡ് അങ്ങനെ ആയിപ്പോയി. 1-2 പോസ്റ്റുകളൊക്കെ ഓഫർ ചെയ്തു. സ്പെഷ്യൽ സെല്ല്, ക്രൈം ബ്രാഞ്ച്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഇതൊക്കെ ഒരു പണിഷ്മെന്റാ സാറേ, ഒതുക്കല. പ്രമോഷൻ തരാതിരിക്കാനുള്ള പല പരിപാടികൾ അവരൊപ്പിക്കുക. മൂത്താശാന്മാര് കുറെ ഉണ്ടല്ലോ, ആ പന്ന സനസാനെ പോലുള്ളവര്. പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആ യൂണിഫോം മേടിച്ചാൽ എനിക്ക് ഒരു വിഷമവും ഇല്ല സാറേ. എന്താ ഷിബു? പൈസ പിന്നെ തരാം, അടുത്ത ആഴ്ച എങ്ങനെ തരാന്നേ. ആ ടയറെല്ലാം നാശോടലായിരിക്കും. ഷോക്ക് അബ്സർവ് പോയി. അടുത്ത ആഴ്ച തരാം. ഇപ്പൊ പൈസ ഇല്ലെന്നേ. ശരി. അച്ചായം കൂടെ എന്താ പോവാത്തെ? എവിടാടി? കോടതിയില്. അവിടെ എന്താ നടക്കണെന്ന് അറിയാലോ. എടി, കൊച്ചാപ്പനോളോട് പോകുമ്പോ ഞാൻ എന്തിനാ പോകുന്നേ? അച്ചായ അതല്ല, അച്ചായൻ ടൗണിലോട്ട് പോകുന്നുണ്ട്, പോകുന്ന വഴിക്ക് അങ്ങോട്ട് ആക്കാന്ന് പറയേ. എന്തോതിനാ? കൊച്ചാപ്പൻ ടാക്സി പറഞ്ഞിരിക്കുമല്ലയോ? കൊച്ചാപ്പനോ? കൊച്ചാപ്പനല്ല, ആ വക്കീലാ. അയാള് ടാക്സി വിടുമെന്ന്. എടി, അവളുടെയും പിള്ളേരുടെയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ഇപ്പൊ അയാളല്ലേ. അങ്ങേര് പറയുന്നതനുസരിച്ചല്ല ഇപ്പൊ അവര് ചലിക്കത്തുള്ളൂ. നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരാണ്ടിരുന്ന വീടേ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങി നമ്മളെ പൂട്ടിയ പാർട്ടിയാ. നീ നോയിക്കോ. അങ്ങേരാ കൊച്ചുങ്ങളെ വാങ്ങി ഈ വീടും പറമ്പും അങ്ങേരുടെയും പിള്ളേരുടെയും പേരിലാക്കി എല്ലാം വിറ്റ് കാശാക്കി അവളെ കൊച്ചുങ്ങളെ കൊണ്ട് നാട് വിട്ടു. അതാ പദ്ധതി. അല്ലാതെ നീ സ്വപ്നം കണ്ട പോലൊന്നും നടക്കത്തില്ല മോളെ. അച്ചായ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. എന്തൊക്കെ പറഞ്ഞാൽ അനന്തേട്ടം വിട്ടുകൊടുക്കൂല. ബേബിച്ചായനും അതാ പറഞ്ഞത്. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. നിങ്ങൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങനെ ഉറങ്ങാനാ? അപ്പുറത്ത് കൊച്ചാപ്പനും പെണ്ണും പിള്ളേയും കൂടെ കാക്കാരിശി നാടകം ഉറങ്ങിയേക്കുക മനസമാനം കളയാൻ വേണ്ടി. എടി, നിനക്കെന്തേലും വകുപ്പ് ഒപ്പിക്കാൻ പറ്റുമോ ഇവരെ ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി? എന്റെ ഇച്ചായ നാളത്തെ കോടതിക്കാരെ എന്തായാലും അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പറഞ്ഞു വിടണോ അതോ ഇറങ്ങി പോവോന്നൊക്കെ. അങ്ങോട്ട് എഴുന്നേറ്റെ, ഞാനൊന്ന് ഷീറ്റ് വിരിക്കട്ടെ. എനിക്ക് ആമി, നിനക്ക് ഹോംവർക്ക് ഇല്ലേ? ഉണ്ട്, പക്ഷെ നാളെ സ്കൂളിൽ പോണ്ടല്ലോ. നമ്മൾ കോടതിയിൽ പോവല്ലേ. എന്നാലും ഹോംവർക്ക് തീർത്തു വെച്ചിട്ട് മറ്റന്നാ പോകുമ്പോ മിസ്സിന്റെ കൊടുത്താ മതി. മക്കളെ, ഞാൻ മിസ്സിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ വരത്തില്ലെന്ന്. വ്യാഴാഴ്ച ചെല്ലുമ്പോഴത്തേക്കും മറക്കാതെ ആ ഹോംവർക്ക് വെച്ചേക്കണം കേട്ടോ. അമ്മേ, നമ്മൾ വേറെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണോ? നമ്മൾ നേരെ അങ്ങോട്ടാണോ പോകുന്നത്? അങ്ങോട്ട് തന്നെയാ. നാളെ നിങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ 2 പേർക്കിനും എടുത്തു വെക്കണം. അതെ, നമ്മൾ ഉച്ചകഴിഞ്ഞെങ്കിൽ എത്തും. വൈകുന്നേരം ആകുമ്പോ വീടെത്തും. നമ്മൾ എങ്ങനെയാ അമ്മേ പോകുന്നേ? ടാക്സി പറഞ്ഞിട്ടുണ്ട് മോളെ. മോന് ബാക്ക് സീറ്റിൽ ഇരുന്ന് കാലൊക്കെ നീട്ടി വെക്കണ്ടേ? ഇതുപോരെ? അമ്മ, ആ വാക്ക് റോഡ് എടുക്കണേ. അല്ലു ചേട്ടന് നടക്കേണ്ടി വന്നാലോ? അതൊക്കെ ഞാൻ കൊച്ചപ്പനോട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ, 2 പേർക്കും ഉള്ള പാല് മേളത്തെ റോസമാമയുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചതാ. പശുമ്പാലാ മക്കളെ. ഇതും കുടിച്ചേ. പാലും മുട്ടയും കഴിച്ചില്ലേ എല്ലു ഉറത്തില്ല.
എളുപ്പം നടക്കണ്ടായോ സ്കൂളിൽ പോയി? സുഷമേച്ചി ഞങ്ങൾ നാളെ രാവിലെ ഒരു 5:30 ആകുമ്പോഴത്തേക്കും പോകും. ടാക്സി വരും. കൊച്ചാപ്പ എപ്പോഴാ റെഡി ആയിരിക്കുവാ? അതെ, നാളെ കൂടെ കഴിഞ്ഞ ഒരു തീരുമാനമാവൂന്നും പറഞ്ഞ സന്തോഷത്തിലിരിക്കുവാ. സുഷമേച്ചി കൊച്ചാപ്പനോട് ഒന്ന് പറഞ്ഞേക്കണം. കോടതിയിലോട്ടാ പോകുന്ന, അവിടെ ഒരുപാട് ആൾക്കാർ കാണും. ചെന്ന ഉടനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയണം. എന്റെ പൊന്നു മോളെ, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. കവറിലെ ടാബും കത്തി എടുത്തു വെച്ചോണ്ടിരിക്കുവാ. എനിക്കറിയാം മോളെ, ഞാൻ കണ്ടോണ്ട് പിടിച്ചു വാങ്ങിച്ച് അവിടെ വെച്ച് ഞാൻ പറഞ്ഞ് ഇനി മേലെ അത് തൊട്ടേക്കല്ലെന്ന്. കൊച്ചാപ്പൻ ആള് പാവാ, സ്നേഹമുള്ള ആളാ. എന്നെ ആനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അപ്പൊ ബഹളം ഉണ്ടാക്കും. എന്റെ പൊന്നു മോളെ, എനിക്കത് അറിയാം. എല്ലാം ഇട്ട് എറിഞ്ഞ് ഇത്ര കാലം നിങ്ങളൂടെ നിന്നത് എന്തുകൊണ്ടാ? അച്ഛന്റെ മനസ്സിൽ 1-ാം സ്ഥാനമാ. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആ 1-ാം സ്ഥാനം. പിന്നെ ഉള്ള ഈ കളകട സ്ഥാനം. ഇപ്പോഴും പറയും, എടി നീ എന്റെ കൊച്ചുങ്ങൾ എടുത്ത് മുട കാണിച്ചാലുണ്ടല്ലേ നിന്നെ കൊണ്ട് ഞാൻ കോളനി വിടുമെന്ന്. ഇപ്പൊ കൂടെ പറഞ്ഞു മോളെ. സ്നേഹം കൊണ്ടാ മക്കളെ പറയുന്നേ. നല്ല മനുഷ്യനാ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കാത്തിരിക്കും മോളെ. ഞാനേ വാസുദേവ പണിക്കരെ പോയി ഒന്ന് കണ്ടായിരുന്നു, നമ്മുടെ കണിയാരെ. നമുക്ക് കാണാൻ പറ്റാത്ത പരിഹാരങ്ങൾ വല്ലതും കവടി നിരത്തിയാൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഒരു മനസമാധാനത്തിന്. അതെ, മൊത്തത്തിൽ വലം ചുറ്റി നിൽക്കുവാന്നാ കണിയാര് പറഞ്ഞത്. 3 ദിക്കിന്നും വക്രദൃഷ്ടിയാന്നാ കണിയാര് കണ്ടത്. തറവാട് ചുറ്റി ബാധയാ. വരിഞ്ഞു കെട്ടി ശ്വാസം മുട്ടിച്ചു കൊല്ലാനാ പദ്ധതി. ഓ, എന്തായാലും ഒരു ബാധയെങ്കിലും ഒഴിഞ്ഞു പോകുമെന്ന് കണിയാരോട് ചോദിച്ചപ്പോ പ്രശ്നവശാൽ കണ്ടത് പ്രശ്നം തന്നെയാണെന്ന്. ഓ, കൊച്ചുങ്ങളെ കിട്ടാൻ പാടാണെന്നാ കണിയാര് പറഞ്ഞത് മോനെ. എന്താ ചേട്ടാ ഈ പറയുന്നേ? എങ്കിൽ പിന്നെ ഇസ്മായിലിന് പകരം കണിയാര് വിട്ട പോരെ വാദിക്കാൻ? ചേട്ട, കണിയാര് ഗണിച്ച ഒന്നും കേസിന് പരിഹാരമാവില്ല. അതിന് വക്കീൽ കോടതി സ്ട്രോങ് ആയി നിന്ന് പറയണം. മോനെ, മറ്റേ വക്കീലും സ്ട്രോങ് ആയല്ലേ പറയാൻ പോകുന്നത്, ആ KGSും. അപ്പോ നമുക്ക് ഇസ്മയിലിനേക്കാൾ മുറുകെ പിടിക്കാൻ പറ്റുന്നത് ആ കണിയാരെയാണല്ലോ. ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മോനെ, ഞാൻ ചേട്ടാ, എന്റെ മക്കള് സൽപ്പേരുള്ള ഒരു അമ്മയുടെ മക്കളായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അവരെ കുറിച്ച് ചേട്ടൻ എന്താ ചിന്തിക്കാത്തത്? എന്റെ നെഞ്ചി കിടന്ന അതുങ്ങൾ വളർന്നത്. എന്നെ ചതിച്ച പോലെ ആ കുഞ്ഞുങ്ങളെ അവൾ ചതിച്ചില്ലേ? ആ സ്ത്രീയുടെ മേൽവിലാസത്തിൽ എന്റെ മക്കൾ വളരാന്ന് പറഞ്ഞാ എനിക്ക് അങ്ങനെ അങ്ങ് അർത്ഥമുറിച്ച് കളയാൻ പറ്റുമോ? ചേട്ടാ, എനിക്കവരെ വേണം. എനിക്ക് വേണം ചേട്ടാ അതുങ്ങളെ. അതുങ്ങളില്ലാതെ ഈ അനന്തകൃഷ്ണന്റെ ജീവിതം പൂർണ്ണമായില്ല ചേട്ടാ. ഈ കണിയാര് പറയുന്നത് കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നത് കഷ്ടമാണെന്നാണെങ്കിൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറാം. അതല്ലേ നല്ലത്? എന്റെ കുഞ്ഞുങ്ങള് ചലച്ചിത്രകാരൻ അനന്തകൃഷ്ണന്റെ മക്കളാണെന്നുള്ള മേൽവിലാസത്തില് അവരന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കണം. അതാ വേണ്ടത്. എന്നാലേ അനന്തകൃഷ്ണൻ പൂർണ്ണനാവൂ ചേട്ടാ. ചേട്ടൻ അതിനുള്ള സപ്പോർട്ട് എനിക്ക് തരേണ്ടത്. മോനെ, ഞാൻ ഒരു കാര്യം പറയാം. കോടതി കുഞ്ഞുങ്ങളെ തന്നില്ല എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ആ വശവും കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? പിന്നെ കാര്യങ്ങൾ വരുന്ന പോലെ വരട്ടെ, അതല്ലേ നല്ലത്? അല്ല ചേട്ടാ, അവരെവിടെ പോയാലും ഏത് കോടതി അവരെ ആർക്ക് കൊടുത്താലും എന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരും. അതിനൊരു കണിയാരുടെ പ്രവചനം വേണ്ട. ഉറങ്ങിക്കോ. നാളെ രാവിലെ 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. മോൻ രാവിലെ കുളിക്കണ്ട കേട്ടോ. ചിലപ്പോൾ നിനക്ക് ജലദോഷം വരും. അമ്മ
അമ്മ ചെറിയ ചൂടുവെള്ളത്തിൽ മോന്റെ മേല് തുടച്ചുതരാം. അച്ഛൻ അവിടെ വരുമോ അമ്മേ? വരും. അച്ഛനും അമ്മയും കൂടെ എന്തിനാ പിണങ്ങിയേ? വഴക്കില്ലായിരുന്നെങ്കിൽ മോക്ക സ്കൂളിൽ തന്നെ പഠിക്കായിരുന്നല്ലോ. അച്ഛനും മോളുടെ അമ്മയുടെ അടുത്ത് എന്തുകൊണ്ടാ ദേഷ്യം വന്നതെന്ന് ആമി കുറച്ചുകൂടെ വലുതാകുമ്പോൾ മനസ്സിലാവും. അച്ഛൻ പാവമാണല്ലോ. അച്ഛൻ ബോംബെയിൽ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞതാ. സ്കൂളിൽ അച്ഛന്റെ പേര് പറഞ്ഞ വലിയ ഗമയാ. ആമി രാവിലെ പോണ്ടേല്ലേ? കിടന്നുറങ്ങ്. അമ്മേ ലൈറ്റ് ഓഫ് ചെയ്യമ്മേ. അമ്മേ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കാൻ പറയോ അമ്മേ കോടതിയിൽ? അങ്ങനെയാണേ ആമി അച്ഛനോട് വിടണേ അമ്മേ. അല്ലോ ഇല്ല മക്കളെ, മക്കൾ എങ്ങോട്ടും പോകത്തില്ല. നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ തന്നെ കാണും. മോൻ വിഷമിക്കണ്ട, അറിയിക്കൂ. ആ ഇന്ന് അനന്തന്റെ കേസാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വക്കീലേ. ഇന്ന് ഒരുപാട് കേസുണ്ടോ? താമസിക്കോ? ഇല്ലില്ല, ആദ്യം ഒരു 3-4 കേസ് കഴിഞ്ഞാൽ നമ്മുടെ വക്കീലെ ഈ പിള്ളേരെ രണ്ടുപേരെയും കോടതി കൊണ്ടുവരുമോ അവള്? കൊണ്ടുവരണമല്ലോ. വിധി പറഞ്ഞ ദിവസമല്ലേ ഇന്ന്. കോടതി ചിലപ്പോ കുട്ടികളോട് അഭിപ്രായം ചോദിക്കും. ഇതാട്ടാ കുഴപ്പം. പിള്ളേര് രണ്ടുപേരെ അവള് ഇഞ്ചക്ട് ചെയ്തിട്ടാ കൊണ്ടുവരാ. ഈ തള്ളയുടെ കൂടെ പോണെന്നേ അവറ്റകൾ നിലവിളിച്ചാ ഈ ജഡ്ജിയുടെ കണ്ണ് അറിയും. അപ്പൊ തള്ളയുടെ കൂടെ പോവാൻ ജഡ്ജി വിധിക്കില്ലേ? ഹേ അതൊന്നും ഇല്ല ബേബി, നമ്മുടെ ഗ്രൗണ്ട്സ് വളരെ സ്ട്രോങ്ങാ. അതിനേക്കാൾ സ്ട്രോങ് ആട്ടാ KGS. ബേബി ഏത് KGS ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. പിഴച്ചവളുടെ കൂടെ കൊച്ചിനെ വിടണമെന്ന് ഒരു കോടതിയും പറയില്ല. കറക്റ്റ്. പിന്നെ കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവര് തറപ്പിച്ചു പറയും. അവരുടെ മനസ്സ് എനിക്കറിയാം. അതെ, നമ്മുടെ തറവാട്ടിൽ നിന്ന് സ്കൂളിൽ പോകാനാ കൊച്ചുങ്ങൾക്കൊക്കെ താല്പര്യം. അവരാ കാര്യം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. വക്കീൽ അതൊന്ന് സ്ട്രോങ് ആയിട്ട് ജഡ്ജിന്റെ മുമ്പിൽ അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചു. ഹേയ്, കോടതി ആവശ്യപ്പെടാതെ നമുക്കൊന്നും അങ്ങോട്ട് കയറി പറയാൻ പറ്റില്ല. കുട്ടികളോട് ചോദിച്ചാ കുട്ടികൾ മാത്രം അഭിപ്രായം പറയാവൂ. അങ്ങനെ അവര് കൊടുക്കുന്ന മൊഴിക്കാ പ്രാധാന്യം. അല്ലാതെ ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പൊ ഒന്നും നടക്കത്തില്ലേ വക്കീലേ? നിങ്ങളൊന്ന് സമാധാനിക്കാദ്യം. ഹലോ, അതെ, ഈ സ്മെല് നമുക്കിട്ട് പണിയൊന്ന എന്റെ സംശയം. ഈ KGSന് മുന്നിൽ ഇയാളുടെ മുട്ട് കൂട്ടിയിരിക്കും. KGS ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാ ഞാൻ അറിഞ്ഞത്. അയാള് ജൂനിയർ അപ്പിയർ ചെയ്യുന്നത്. വക്കീലേ, ഈ കേസ് KGS അപ്പിയർ ചെയ്യേ. ഇതിനൊന്നും ആശ വരത്തില്ലെന്നേ. ശിഷ്യന്മാർ ഒരുപാടുണ്ടല്ലോ. എന്നാലേ നിങ്ങളൊന്ന് അകത്തോട്ടിരിക്കേ. ഞാൻ കോർട്ട് ഹാളിലോട്ട് എത്തിക്കോളാം. കേട്ടോ ബേബി? ഓക്കെ, അവിടെ കാണാം. എന്നാ ശരി. ഓക്കെ. അതെ, മോന്റെ വോക്കർ ഒന്ന് ഡിക്കിന്ന് എടുക്കാം. ശരി, ഇറങ്ങിക്കോ. ഇപ്പൊ ഇറക്കാം മോനെ. അതാ പത്മനാഭൻ വക്കീലല്ലേ? പിള്ളേരില്ലല്ലോ. പിള്ളേരകത്തുണ്ടാവും. ഓ കാണും. വാ മോളെ. മോനെ ഇപ്പൊ ഇറക്കാട്ടോ. വോക്കർ എടുക്കട്ടെ.
ആ നിങ്ങളെ കോർട്ട് ഹാളിലേക്ക് ചെല്ല്. അവിടെ കാണാം. ഓക്കെ 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 എന്നാ ആ. അച്ഛാ അച്ഛാ മോളെ കൊച്ചപ്പ മോളെ പോയി വിളിച്ചോണ്ട് വന്നേ ചെല്. സുന്ദരി കുട്ടി ഒന്ന് നോക്കിയോണേ മോളെ. മോളെ സുഖല്ലേ? വാ മോളെ, ദേ അമ്മ വിളിക്കുന്നു. വാ കൊച്ചാപ്പം പോയിക്കോ, ഞാൻ അച്ഛൻ്റെ കൂടെ വരാം. വാ മോളെ, വാ മോളെ, വാ. അമ്മ വിളിക്കുന്നു. വാ പതുക്കെ വാ. ബാ, എന്താ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ.